നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പോകുന്നത് കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതി ജിതിൻ ഭാസ്കറിന് ഡിവൈഎഫ്ഐ ഒരുക്കിയ സ്വീകരണ പരിപാടി നടക്കുകയാണ്. അതിലേക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ആരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങളെല്ലാവരും പല പേരുകൾ പറയുമായിരിക്കും. പക്ഷെ എന്നോട് ചോദിച്ചാൽ അതിൻ്റെ വർഗീയത പറയുകയും പ്രവർത്തിക്കുകയും ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത ഒരു പക്ക ക്രിമിനൽ തെമ്മാടിയാണ് ഈ ജിതിൻ ഭാസ്കരൻ, അല്ലേ? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അതുപോലെയുള്ള കുറേ എണ്ണം അവർ നാവ് കൊണ്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ പറയുന്ന ജിതിൻ ഭാസ്കരനോ, നിങ്ങളൊന്ന് ആലോചിക്കണം. വടകരയിലെ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ജനങ്ങളെ രണ്ട് ചേരിയിലേക്ക് മാറ്റാൻ വേണ്ടി വർഗീയത ആളിക്കത്തിച്ച വ്യക്തികളിൽ ഒരാൾ, അതാണ് ഈ ജിതിൻ ഭാസ്കരൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, ഇങ്ങനെ ഒരു വർഗീയ ക്രിമിനൽ തെമ്മാടിക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ജയിലിന് പുറത്ത് CPMൻ്റെ സ്വീകരണം. ഇതിലൂടെ CPM കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? CPMന് ഒരു സന്ദേശങ്ങളൊന്നും നൽകാനില്ല. CPM എന്ന് പറയുന്ന പാർട്ടി, കമ്മ്യൂണിസം എന്ന് പറയുന്ന പാർട്ടി കാലാകാലങ്ങളിൽ ലോകത്ത് എവിടെയാണെങ്കിലും കേരളത്തിലാണെങ്കിലും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? എങ്ങനെ ഒരു തെമ്മാടിയാകാം, എങ്ങനെ തോന്നും വിധം ജീവിക്കാം, എങ്ങനെ കാര്യലാഭത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി ചെറ്റത്തരങ്ങൾ ചെയ്യാം, കൊല്ലാം, കൊള്ളയടിക്കാം, പീഡിപ്പിക്കാം, കൂട്ടിക്കൊടുക്കാം, എന്തും ചെയ്യാം, നേട്ടങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ പണം കിട്ടുമോ? എന്തും ചെയ്യാം. ഇനി അതല്ല വിലപിടിപ്പുള്ള എന്തെങ്കിലും കിട്ടുമോ? എന്തും ചെയ്യാം. അധികാരം കിട്ടുമോ? എന്തും ചെയ്യാം. കസേര കിട്ടുമോ? എന്തും ചെയ്യാം. എന്തും ചെയ്യാം. എന്തും ചെയ്യാം. മനസ്സിലായില്ലേ? അവിടെ CPMനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികതയില്ല. ഈ ധാർമ്മികത എന്ന് പറയുന്നത് അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ എന്തും ചെയ്യാം എന്നുള്ള നിലപാടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇവരുടെ അടിസ്ഥാന തത്വമായിട്ടുള്ള വിശ്വാസമില്ല, മതമില്ല, ദൈവങ്ങളില്ല, ഭൗതികത മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ആ ഭൗതികത മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ധാർമ്മികത തൊട്ട് തീണ്ടിയിട്ടില്ല. തോന്നുംപടി ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, സ്വയം കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നോട്ടം. അതിന് പച്ച നുണ പറയാം, വർഗീയത പറയാം, കൊലപാതകങ്ങൾ നടത്താം, ഒരു മനുഷ്യനെ വെട്ടി വീഴ്ത്താം, കൂട്ടിക്കൊടുപ്പ് നടത്താം, വ്യഭിചരിക്കാം, പീഡിപ്പിക്കാം, അല്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവരുടെ പാർട്ടി ആഫീസുകളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതുപോലെ ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ളൊക്കെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നടത്താം, കാര്യനേട്ടം വേണം. മനസ്സിലായില്ലേ? അപ്പം എന്തും ചെയ്യാം. ഇപ്പം TP ചന്ദ്രശേഖരനെ വെട്ടി വീഴ്ത്തിയത് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് ആളുകളെ കാര്യനേട്ടത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അയ്യൻ്റെ സ്വർണം കട്ടത് പണത്തിന് വേണ്ടിയിട്ട്, സഖാക്കളാണ്. മനസ്സിലായില്ലേ? എന്ത് തമാടിത്തരം ചെയ്യാം. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? കസേരക്ക് വേണ്ടിയിട്ട്. KK ശൈലജ എന്ന ഫ്രോഡ് തോറ്റു തുന്നം പാറും എന്ന് കണ്ടപ്പോൾ ഇറക്കിയതാണ് കാഫിർ സ്ക്രീൻഷോട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വളരെ കൃത്യമായിട്ട് എന്തും ചെയ്യാം. ഇപ്പോൾ CPMൻ്റെ AKG സെന്ററിൽ ഒതുക്കി തീർത്ത എത്ര പീഡന കഥകളാണ്, എത്ര പീഡനങ്ങൾ ഒതുക്കി തീർത്തിട്ടുണ്ട് AKG സെന്ററിൽ.
ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഒതുക്കിയ എത്ര പീഡനങ്ങളുണ്ട് AKG സെന്ററിൽ? എത്ര കൂട്ടിക്കൊടുപ്പുണ്ട് AKG സെന്ററിൽ? എത്ര പെൺവാണിഭങ്ങളുണ്ട് AKG സെന്ററിൽ ഒതുക്കിയത് നിയമപരമായി ഇരക്ക് നീതി വാങ്ങിക്കൊടുത്തിട്ടല്ല, മറിച്ച് ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി. അല്ലേ ആണ്. അപ്പം ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇനി വിശ്വാസമില്ല, ദൈവമില്ല, മതമില്ല എന്നൊക്കെ പറയുന്ന ആളുകളിൽ നാട്ടിൽ സാധാരണക്കാരൻ ഒരു പീഡനത്തിന് ഇറങ്ങിത്തിരിക്കുമോ? ഒരു പെൺവാണിഭം, ഒരു കൂട്ടിക്കൊടുപ്പ്, ഒരു കൊലപാതകം, പിന്നെ ഈ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന പരിപാടി, ജനങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കുന്ന പരിപാടി, ഇതിനൊക്കെ സാധാരണക്കാരൻ നിൽക്കുമോ? അവന് വിശ്വാസിയാണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി. പക്ഷെ അതിന് സഖാക്കളുണ്ട്, സഖാക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വടകരയിൽ നടന്നത് കൃത്യമായി വർഗീയ ധ്രുവീകരണ. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് 2024 ഷാഫി പറമ്പിൽ പാലക്കാട്ട് നിന്ന് വണ്ടി കയറി വടകരയിൽ മത്സരിക്കാൻ പോയ അന്ന് മുതൽ തുടങ്ങിയതല്ല. അത് 2024 നമ്മൾ കണ്ടത് അതിൻ്റെ ഏറ്റവും മാരക വേർഷൻ എന്നുള്ളതാണ്. അത് കാലാകാലങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന വടകര, കുറ്റ്യാടി, നാദാപുരം, പേരാമ്പ്ര, തലശ്ശേരി, പാനൂര്, കൂത്തുപറമ്പ്, മനസ്സിലായില്ലേ? ഈ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ ഉണ്ട്, ഈ വടകരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏരിയ. ആ ഏരിയകളിലാണ് ഇതൊക്കെ പെടുന്നത്. തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂര്, പെരിങ്ങത്തൂര്, വില്യാപ്പള്ളി, നാദാപുരം, കുറ്റ്യാടി എന്ന് പറയേണ്ട പേരാമ്പ്ര, ഇങ്ങനെയുള്ള ഒരു ഏരിയ. ആ ഏരിയകളിൽ കാലാകാലങ്ങളായിട്ട് CPMൻ്റെ എന്നെന്നുമുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വേർഷൻ മാത്രമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട്. 2024 കാഫിർ സ്ക്രീൻഷോട്ട് എങ്കിൽ 2026 അത് കൗമിലെ കുട്ടിയായി മാറി. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സഖാക്കൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വർഗീയതയുടെ കോമരങ്ങളാ. ആ വർഗീയതയുടെ കോമരങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അല്ലതാനും. എസ്പെഷ്യലി ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങൾ, അവിടങ്ങളിൽ കൃത്യമായിട്ട് ഈ പറയുന്ന വർഗീയതയാണ് മുഖമുദ്ര എന്ന് പറയുന്നത്. പിന്നെ കേരളത്തിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും തോന്നിവാസിയാകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുത്തൻ ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ, അവൻ സഖാവാകും, അവൻ കമ്മ്യൂണിസ്റ്റുകാരനാകും. തോന്നിവാസിയാകുക എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെടും. ഏതൊക്കെ പെടും? പെൺവാണിഭം പെടും, പീഡനം പെടും, കൂട്ടിക്കൊടുപ്പ് പെടും, കൊലപാതകം പെടും, കൊള്ള പെടും, വർഗീയത, ധ്രുവീകരണം, ജനങ്ങളെ തമ്മിലടിപ്പിക്കൽ, വെറുപ്പ്, വിദ്വേഷം, എല്ലാം ഇതിൽ പെടും. അതിൽ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഇസ്ലാമോഫോബിയയാണ്. ഇസ്ലാമോഫോബിയയുടെ യഥാർത്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ വക്താക്കളായിട്ട് സഖാക്കൾ മാറുന്ന കാഴ്ച നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. CPMൻ്റെ മെയിൻ പരിപാടി ഈ മതമില്ല, വിശ്വാസമില്ല, ദൈവമില്ല എന്ന് പറയുമ്പോൾ CPM ഏറ്റവും കൂടുതൽ തല്ലിത്തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെയാണ്, ആചാരങ്ങളെയാണ്, അനുഷ്ഠാനങ്ങളെയാണ്. ഇതിനെയാണ് തല്ലിത്തകർക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ട്. വിശ്വാസികൾക്കിടയിൽ പ്രവർത്തിച്ച് അവനെ ഒരു തോന്നിവാസിയാക്കി മാറ്റുക. നമ്മൾ സാധാരണ ഇപ്പോൾ പല ആളുകളുമായിട്ട് അവൻ ശരിയില്ലടാ, ഇപ്പോൾ ചില കൂട്ടുകെട്ടിലൊക്കെ പെടുമ്പോൾ പറയുമല്ലോ അവൻ ശരിയില്ല, ആ കൂട്ടുകെട്ട് നല്ലതല്ല, അങ്ങോട്ട് പോകണ്ട. എന്നാൽ CPMൻ്റെ പരിപാടി എങ്ങനെയാ? ഒരു നല്ല ഒരു ഗ്രൂപ്പ്, ഒരു കൂട്ടം ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആരെങ്കിലൊക്കെ പിടിച്ചു പറിച്ച് ഇങ്ങോട്ട് ഈ തോന്നിവാസത്തിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായില്ലേ? ഇതാണ് പരിപാടി. ഇതിൽ ഈ പറഞ്ഞ എല്ലാം പെടും. അതിലിപ്പോൾ ഏറ്റവും നമ്പർ 1 റീസെൻ്റ് ആയിട്ട് നമ്പർ 1
പൊസിഷനിൽ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമോഫോബിയ, മുസ്ലിം വെറുപ്പ്, മുസ്ലിം വിരോധം, പിന്നെ ഈ പറയുന്ന ഇസ്ലാമിനെതിരെയുള്ള വലിയ സംഘടിതമായ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള പണി. ഇത് CPM ഭാഗത്ത് നിന്ന് ഇപ്പം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഈ CPM ഇന്നിപ്പോൾ ചില ആളുകൾ ഈ ജിതിൻ ഭാസ്കറിന് ഈ സ്വീകരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില ചോദ്യങ്ങളൊക്കെ കേട്ടു. CPM എന്ത് സന്ദേശമാണ് നൽകുന്നത്? CPM നൽകുന്ന സന്ദേശം അത് ഇന്ന് മാത്രമല്ല, കാലാകാലങ്ങളിൽ നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് നൽകാൻ പോകുന്നതുമായ സന്ദേശം എന്ന് പറയുന്നത് തോന്നിവാസിയാകുക, തെമാടിയാവുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായില്ലേ? അത് മാത്രമാണ് CPM നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശം. അതിൻ്റെ പല വേർഷനുകളുണ്ട്. പീഡന വീരന്മാർ, കൂട്ടിക്കൊടുപ്പുകാർ, മയക്കുമരുന്ന് കഞ്ചാവ് കടത്തുകാർ, അങ്ങനെ തുടങ്ങി പല വിധത്തിൽ തോന്നിവാസിയാവുക എന്നുള്ളതാണ്, ഭൗതികതയാണ്. എന്ത് കണ്ടാലും ഇപ്പോൾ ഒരു സ്വർണം പൂശിയ വിഗ്രഹം കണ്ടു, അവൻ അതിൽ കാണുന്നത് വിഗ്രഹത്തെയല്ല, അതിലുള്ള സ്വർണത്തെയാ. ഉടനടി അടിച്ചു മാറ്റും. ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവനതിൽ കാണുന്നത് എങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു ലൈംഗിക കണ്ണുകളിലൂടെ മാത്രമാണ് കാണുന്നത്. മനസ്സിലായില്ലേ? കേരളം അറിയാത്തതും അറിഞ്ഞതുമായ ഒരുപാട് പീഡനങ്ങളുടെയും കൂട്ടിക്കൊടുപ്പിൻ്റെയും പെൺവാണിഭത്തിൻ്റെയും കഥകൾ AKG സെൻറ്ററിന് പറയാനുണ്ട്, ഒതുക്കി തീർത്തതിൻ്റെ. മനസ്സിലായില്ലേ? അതിൽ ഏറ്റവും വലിയ ഒതുക്കി തീർക്കലാണ് കഴിഞ്ഞ 5 വർഷം പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P. ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത്. ഒതുക്കി തീർക്കലായിരുന്നു. എന്തിനധികം പാർട്ടി മെമ്പറായിരുന്ന, പാർട്ടിയുടെ ബ്രാഞ്ച്, ജില്ല, ഏരിയ, ലോക്കൽ കമ്മിറ്റികളിൽ അംഗമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെ പോലും ശശി നടത്തിയ ലൈംഗിക അക്രമങ്ങൾ ഒതുക്കി തീർത്ത്, അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈംഗികാതിക്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് പിന്നീട് പിണറായി വിജയൻ്റെ ദ സെക്കൻഡ് വൺ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ് ആ സ്ഥാനത്ത് അവരോധിച്ചത്. ഇത്തരം കഥകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിരന്തരമായിട്ട് ക്രിമിനലുകൾക്ക് വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത്, ക്രിമിനലുകളെ വളർത്തിയെടുത്ത്, തെമ്മാടിത്തരവും തോന്നിവാസങ്ങളും വർഗീയതയും എന്ന് വേണ്ട എന്തൊക്കെ ചെറ്റത്തരങ്ങളുണ്ടോ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം, അതാണ് CPM എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പം നിങ്ങൾ കണ്ട സ്വീകരണവും. അപ്പം ഇതിൽ നിന്ന് എന്ത് സന്ദേശം നൽകുന്നു എന്നുള്ള ചോദ്യം തന്നെ അസ്ഥാനത്താണ്. കാരണം CPM സന്ദേശം അത് കാലാകാലങ്ങളിൽ അത് തോന്നിവാസമാണ്, ചെറ്റത്തരമാണ്. അവർ മറ്റൊരു സന്ദേശം നൽകാനില്ല എന്നുള്ളതാണ്.